ചെയ്തിട്ട് എന്താ പറയുക, അപ്പം ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി, അതായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നെന്നാ ഒരു വീഡിയോ ഒക്കെ അങ്ങോട്ട് ചെയ്തേക്കാം, എന്തായാലും മഴയൊക്കെ അല്ലേ, അപ്പം ഒരു വീഡിയോ ചെയ്തേക്കാന്ന് കരുതി. അപ്പം ആ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ഒരു നെയിൽ ആർട്ടാണ് കേട്ടോ. എനിക്കങ്ങനെ കൂടുതൽ ആർട്ടും കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ നാൾ മുന്നേ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ എടുത്തു വെച്ച ഒരു സാധനമാണ് കേട്ടോ, അതായത് വാങ്ങിച്ചു വെച്ചൊരു സാധനമാണ് ഈ രണ്ട് ഗിൽറ്റർ പൗഡർ, ഒരു ഗോൾഡും ഒരു സിൽവറും. അപ്പം ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യണം എന്നായിരുന്നു എൻ്റെ പ്ലാന്. പക്ഷേ എനിക്ക് അങ്ങനെ അങ്ങോട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് ആയില്ല. അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം കിട്ടിയില്ല അതിനുള്ള. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നെന്നാ ഒന്ന് ചെയ്ത് കളഞ്ഞേക്കാണെന്ന്, ഒരു ജസ്റ്റ് ഫോർ എ പരീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം ഇതിലേത് ചെയ്യണമെന്ന് എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ സിൽവർ എടുക്കാമെന്ന്. ഗോൾഡ് നമുക്ക് വേറൊരു ദിവസം വേറൊരു വീഡിയോയിൽ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എടുക്കുന്ന ഒരു കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡാണ്. ഇത് മാലിപ്പിൻ്റെ കളർ പോപ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു നെയിൽ പോളിഷിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഈ ഒരു ഗിൽറ്റർ ഇടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എങ്ങനെയാവുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ കൈ നന്നായിട്ട് റിമൂവ് ചെയ്ത്, നെയിൽ പോളിഷ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഞാൻ. നെയിൽ പോളിഷ് ഞാൻ നേരത്തെ റിമൂവ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഓയിലോ, ഏതെങ്കിലും ഓയിലെന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ വാസ്ലിനോ, ഇനി അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രീം ആണ് കേട്ടോ. ഞാനിവിടെ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഈ ക്രീം നമ്മൾ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വാസ്ലിൻ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ബെസ്റ്റ്. എൻ്റെ വാസ്ലിൻ തീർന്നു പോയി, ഞാൻ അറിഞ്ഞില്ല. തീർന്നു പോയത് ഞാൻ മറന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാനിത് എൻ്റെ കൈ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡവ് ആണ് കേട്ടോ. ഈ ഒരു ഡവിൻ്റെ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇവിടെ അൾക്ക എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ആണ് ഒരു ഗിൽറ്റർ ഒരു സംഭവമുണ്ട്, അതെടുക്കാം. അത് നെയിൽ പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ. ഞാൻ നേരത്തെ നെയിലിൻ്റെ വീഡിയോ ഇടുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെ പറ്റിയൊക്കെ. അപ്പോൾ ഈ നെയിൽ കെയറിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഇത് എല്ലാ വിരലിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇടുന്നത് കൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയിലിന് നല്ല പ്രൊട്ടക്ഷൻ കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു സംഭവം ഇടാതെ, അതായത് ഈ ഒരു ഗിൽറ്റർ ഇടാതെയാണ് ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു നെയിൽ പോളിഷ് ഇട്ടത്. അത്യാവശ്യം ഒരു വൃത്തികെട്ട ഒരു കളർ പോലെ വന്നിട്ടുണ്ട് നെയിലിൽ. പിന്നെ ഞാൻ കൂടെ നെയിൽ കളർ മാറ്റിയത് കൊണ്ടാണോയെന്നും ഒരു സംശയമുണ്ട് കേട്ടോ. എന്തായാലും ഇനി ഒന്ന് നെയിൽ കെയർ ചെയ്യണമെന്നോർത്താണ് ഞാൻ ഇരിക്കുന്നത്. കുറച്ച് നാളായിട്ട് കെയറിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്കിത് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ നെയിലിൻ്റെ പരിപാടി, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഗിൽറ്റർ കാര്യങ്ങളൊക്കെ ഇട്ട് നെയിൽ ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് കേട്ടോ, നമുക്ക് ഈ ഒരു നെയിൽ പോളിഷ് ഇടാം. ഈ ഒരു റെഡ് കളറാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് പ്യൂർ റെഡ് അല്ല, ബ്ലഡ് റെഡ് അല്ല, എന്നാലും ഒരു റെഡ് കളറ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു നെയിൽ പോളിഷും കൂടെ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നെയിൽ പോളിഷൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? അപ്പം ആദ്യമേ തന്നെ ഒരു ഗിൽറ്റർ, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊരു ഇത് ഇടുക. അതിനുശേഷം 1 or 2 കോട്ടിങ് അല്ലാതെ ഒരിക്കലും നെയിൽ പോളിഷ് ഒരുപാട് കോട്ടിംഗ് ഒന്നും ഇടരുത്.
ഞാനിപ്പോൾ എല്ലാ വിരലിലും ഇടുന്നത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല. അപ്പോൾ ഇതേ നമ്മളെ നെയിൽ പോളിഷ് ഇത് ഇവിടെ ഏകദേശം ഇട്ട് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ, കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ അടുത്ത വില്ലനായ ഈ ഒരു സംഭവം, ഈ ഒരു ഗിൽറ്റർ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിപ്പോൾ ഞാൻ ആദ്യം ഉദ്ദേശിച്ച് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഒരുപാട് ഓവറാക്കി ചിലവാക്കണ്ട എന്ന്. എന്നാൽ പിന്നെ നമുക്കിത് ഒരു വിരലിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മോതിര വിരലിൽ മാത്രം ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ഓപ്പൺ ആക്കണം കേട്ടോ. ഞാൻ ഇതുവരെ ഇത് വാങ്ങിച്ചിട്ട് ഞാൻ ഓപ്പൺ ആക്കി നോക്കിയിട്ടില്ല. സൂക്ഷിച്ച് ഓപ്പൺ ആക്കിയില്ലെങ്കിൽ എല്ലായിടത്തും തെറിച്ച് ഗിൽറ്റാണല്ലോ. ഇതാണ് സംഭവം. അപ്പോൾ ഇനി എൻ്റെ കയ്യിൽ വേറെ ബ്രഷൊന്നും ഇല്ല, ഞാൻ ഇതുപോലത്തെ വേറെ ബ്രഷൊക്കെ ഉണ്ട്, പക്ഷെ അത് എവിടെയാണെന്ന് ഓർക്കണില്ല. ഞാൻ എവിടെയൊക്കെയോ കഴിഞ്ഞ ദിവസം അടുക്കി പറക്കിപ്പോൾ എവിടെയോ വെച്ച് മറന്നുപോയി. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു ബ്രഷാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഫൈനലി നമ്മുടെ നെയിൽ പോളിഷിൻ്റെ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എനിക്കറിയാം കുളമായിട്ടുണ്ടെന്ന്, പക്ഷേ എന്നാലും ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു നെയിൽസിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്തേക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.